അനധികൃതമായി രാജ്യത്തുള്ള സകലമാന കുടിയേറ്റക്കാരെയും രാജ്യത്ത് നിന്നും പുറത്താക്കുമെന്നുള്ള കടുത്ത താക്കീത് അധികാരത്തിലെത്തുന്നതിന് തൊട്ടു മുൻപ് തന്നെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ വിഷയമായിരുന്നു. അത് അതേപടി പാലിക്കാനുള്ള സന്നദ്ധത അതും ട്രംപ് കാണിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ കുടിയേറ്റക്കാരെ രാജ്യത്ത് നിന്നും പുറത്താക്കിയ നടപടിയെ അമേരിക്കൻ രീതിക്കെതിരെ കടുത്ത വിമർശനമാണ് മറ്റു രാജ്യങ്ങൾ ഉയർത്തുന്നത്. പ്രത്യേകിച്ചും ഈ കുടിയേറ്റക്കാരെ കൊണ്ടുപോയത് കൊടും കുറ്റവാളികളെ പോലെയായിരുന്നു. പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കും മുൻപ് തന്നെ ഇക്കാര്യം എടുത്തു പറഞ്ഞതായിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ ഉണ്ടായ നടപടിയെ തന്നെയാണ് ഏവരും വിമർശിക്കുന്നത്. രാജ്യത്ത് നിന്നും പുറത്താക്കുന്നതിലല്ല, പക്ഷേ രാജ്യത്ത് നിന്നും പുറത്താക്കാൻ കൊണ്ടുപോകുന്നവരെ മൃഗങ്ങൾക്ക് തുല്യമായി പരിഗണിക്കുന്ന രീതിയാണ് ഏവരും വിമർശിക്കുന്നത്. സൈനിക വിമാനത്തിലാണ് കുടിയേറ്റക്കാരെ പുറത്തേക്ക് കൊണ്ടുപോയത്. ഏതാണ്ട് 11 മില്യൺ അനധികൃത കുടിയേറ്റക്കാരാണ് അമേരിക്കയിലുള്ളതായിട്ടുള്ള കണക്ക്. എന്നാൽ ഈ പുറത്താക്കിയവരൊക്കെ തന്നെ കൈയും കാലും ഒക്കെ തന്നെ വിലങ്ങണിയിച്ച് വിമാനത്തിൽ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയെന്നും വിവരം പുറത്തു വരുന്നുണ്ട്. ആദ്യ ബാച്ച് ബ്രസീലിൽ കഴിഞ്ഞ ദിവസം എത്തിയപ്പോഴാണ് ഈ വിവരം പുറം ലോകം അറിയുന്നത്. വടക്കൻ ബ്രസീലിലെ മനാവുസ് നഗരത്തിൽ വന്നിറങ്ങിയ അമേരിക്കൻ സൈനിക വിമാനത്തിൽ 88ഓളം കുടിയേറ്റക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അമേരിക്കയിൽ നിന്നും നാട് കടത്തിയ ഈ കുടിയേറ്റക്കാരെ കൈവിലങ്ങണിയിച്ചെത്തിച്ചതിനെതിരെ കടുത്ത വിമർശനമാണ് ബ്രസീൽ സർക്കാർ ഉയർത്തുന്നത്. ട്രംപ് ഭരണകൂടത്തോട് ഇതിനുള്ള കൃത്യമായ വിശദീകരണം നൽകണമെന്ന ആവശ്യവും ബ്രസീൽ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കുടിയേറ്റക്കാരോട് നടത്തിയ പെരുമാറ്റം അത് നഗ്നമായ മനുഷ്യാവകാശ ലംഘനമാണ്. അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല എന്നാണ് ബ്രസീൽ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. തങ്ങളുടെ പൗരന്മാരെ വിലങ്ങണിയിച്ചത് കണ്ട ബ്രസീൽ അധികൃതർ അമേരിക്കൻ ഉദ്യോഗസ്ഥരോട് ശക്തമായ ഭാഷയിൽ തന്നെയാണ് ഇതിന് മറുപടി തേടിയത്. അടിയന്തരമായി തന്നെ വിലങ്ങ് നീക്കണമെന്നാണ് ആദ്യം ആവശ്യപ്പെട്ടത്. ഇനി വിമാനത്തിൽ വന്നിറങ്ങിയ കുടിയേറ്റക്കാർ പറയുന്നത് വെള്ളം പോലും വിമാനത്തിനുള്ളിൽ വെച്ച് തന്നില്ല. എന്തിനേറെ പറയുന്നു, ടോയ്ലറ്റിൽ പോകാൻ പോലും അനുവാദം നൽകിയില്ല. ഇതുപോലെ വിമാനത്തിനുള്ളിൽ കൊടും ചൂടായിരുന്നുവെന്നും AC പോലും പ്രവർത്തിച്ചില്ല, മറ്റു ചിലരാകട്ടെ കുഴഞ്ഞു വീഴുന്ന കാഴ്ചകൾ കാണേണ്ടി വന്നുവെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ സാങ്കേതിക കാരണങ്ങൾ മൂലമാണ് AC പ്രവർത്തിക്കാത്തതെന്നാണ് അധികൃതരും പറയുന്നത്. ട്രംപ് ഇപ്പോൾ അധികാരത്തിൽ വന്നതിന് പിന്നാലെയാണ് അനധികൃത കുടിയേറ്റക്കാരുടെ നാട് കടത്തലും അറസ്റ്റും ഒക്കെ തന്നെ അമേരിക്കയിൽ എല്ലായിടത്തും കാണുവാൻ സാധിക്കുന്നത്. ഗോട്ടിമാല, ബ്രസീൽ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിലേക്കാണ് ഇപ്പോൾ സൈനിക വിമാനങ്ങൾ കുടിയേറ്റക്കാരുമായി പറന്നു പൊങ്ങിയത്. അങ്ങനെ ഒരു വിമാനം ബ്രസീലിൽ വന്നിറങ്ങിയപ്പോഴായിരുന്നു ഈ കാഴ്ച കണ്ടത്. ബ്രസീൽ സർക്കാർ ശക്തമായി തന്നെ ഈ വിഷയത്തെ ചോദ്യം ചെയ്യുകയാണ്. യാത്രക്കാരോടുള്ള തരം താഴ്ന്ന പെരുമാറ്റമാണ് അമേരിക്ക നടത്തിയതെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ബ്രസീൽ മനുഷ്യാവകാശ മന്ത്രി മക്കാവോ എവറിസ്റ്റോ അറിയിച്ചതനുസരിച്ച് ഓട്ടിസം ബാധിച്ച കുട്ടികൾ പോലും ഈ വിമാനത്തിലുണ്ടായിരുന്നു. വളരെ മോശം അനുഭവത്തിലൂടെ അവർക്ക് കടന്നു പോകേണ്ടി വന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി ഏകദേശം 500-ലധികം ആളുകളെയാണ് അമേരിക്ക നാട് കടത്തിയത്. ഒട്ടനവധി ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ പറന്നുയർന്ന ഈ ഫ്ലൈറ്റ് അത് ട്രംപിൻ്റെ ഉത്തരവ് പ്രകാരമല്ല യാത്ര തിരിച്ചത്, മറിച്ച് 2017 പരസ്പര ധാരണയനുസരിച്ചാണ് ഈ ആളുകളെയൊക്കെ തന്നെ ബ്രസീലിലേക്ക് എത്തിച്ചതെന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളും കുറിക്കുന്നത്. എന്തായിരുന്നാലും വിവരം അറിഞ്ഞതിന് പിന്നാലെ തന്നെ ബ്രസീലുകാരെ തിരികെ എത്തിക്കാൻ ബ്രസീലിയൻ സൈനിക വിമാനം ഏർപ്പെടുത്താമെന്ന് പ്രസിഡന്റ് ലുല ഡി സിൽവ സമ്മതിച്ചതായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം മറുഭാഗത്ത് കൊളംബിയയുമായി ബന്ധപ്പെട്ട വലിയ യുദ്ധം, വലിയ വാക്പോര്, കൊളംബിയക്കെതിരെ 25% പ്രതികാര ടാരിഫ് ചുമത്തുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഭീഷണി. അമേരിക്കയിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാരുമായി എത്തിയ സൈനിക വിമാനം തടഞ്ഞൊരു സാഹചര്യം ഉണ്ടായതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു മറു നീക്കം നടത്തിയത്. മറ്റൊരു രാജ്യങ്ങളുടെ മേൽ ട്രംപ് നടപ്പിലാക്കുന്ന സാമ്പത്തിക സമ്മർദ്ദത്തിൻ്റെ ആദ്യത്തെ ഉദാഹരണമായി തന്നെ ഇതിനെ നോക്കിക്കാണണം. ചൈന അടക്കമുള്ള രാജ്യങ്ങൾക്ക് നേരെ കടുത്ത താരിഫ് ചുമത്തുമെന്ന ഭീഷണി നേരത്തെ ഉയർത്തിയതിന് പിന്നാലെയാണ് ഈ നീക്കം കൊളംബിയയ്ക്കുള്ളിൽ നടത്തിയിരിക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ കൊളംബിയയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് നികുതി 50% ഉയർത്തുമെന്നാണ് ട്രംപിൻ്റെ വെല്ലുവിളി. സഹകരിച്ചാൽ മതിയെന്നും പ്രകോപനമുണ്ടാക്കരുതെന്നുമാണ് കൊളംബിയയ്ക്ക് ട്രംപിൻ്റെ മുന്നറിയിപ്പും. അതല്ല, പ്രകോപിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ എങ്ങനെ തിരിച്ചടിക്കണമെന്ന് നന്നായി തന്നെ ഞങ്ങൾക്കറിയാമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ട്രംപിൻ്റെ ഈ അറിയിപ്പിന് പിന്നാലെ അമേരിക്കൻ ഇറക്കുമതികളുടെ താരിഫ് 25% വർധനവ് ഏർപ്പെടുത്താനും കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ വാണിജ്യ മന്ത്രാലയത്തിനോട് ഉത്തരവിട്ടതും പുറത്തു വരുന്നുണ്ട് വാർത്ത. അമേരിക്കയിൽ തങ്ങളുടെ മനുഷ്യാധ്വാനത്തിൽ ഫലം ഇറക്കുമതി ചെയ്യുന്നതിന് 50% താരിഫ് ചുമത്തിയാൽ തങ്ങളും അത് തന്നെ ചെയ്യുമെന്നാണ് പെട്രോയുടെ വെല്ലുവിളി. തനിക്കും വീറും വാശിയുമുണ്ട്, ഇങ്ങോട്ട് പീഡിപ്പിക്കാൻ നോക്കണ്ട എന്നാണ് പെട്രോ വ്യക്തമാക്കിയത്. ഇതൊരു തുടക്കമായി മാത്രം നോക്കിക്കണ്ടാൽ മതി. നിയമപരമായ ബാധ്യതകൾ ലംഘിക്കാൻ കൊളംബിയൻ സർക്കാരിനെ അനുവദിക്കില്ല എന്നാണ് ട്രംപ് മറുപടി നൽകിയത്. അമേരിക്കയിലേക്ക് യാത്ര ചെയ്യാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അത് വിരസമാണെന്നും ജസ്റ്റിൻ ട്രൂഡോയും പ്രതികരിക്കുകയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അഭയാർത്ഥികളെ കൊണ്ടുള്ള 2 അമേരിക്കൻ സായുധ വിമാനങ്ങളെ
പെട്രോ തടഞ്ഞതായി തന്നെ അറിയിച്ചിരിക്കുന്നു. അഭയാർത്ഥികളുടെ കാര്യത്തിൽ കുറച്ചുകൂടി നല്ല പ്രോട്ടോക്കോളുകൾ ഉണ്ടാക്കണമെന്നാണ് പെട്രോയുടെ നിർദ്ദേശം. പിറകെയാണ് ടാരിഫ് ഉയർത്തുന്ന കാര്യവും ട്രംപ് പ്രഖ്യാപിച്ചത്. കൂടാതെ കൊളംബിയൻ പൗരന്മാർക്കുള്ള യാത്രാവിലക്കും അമേരിക്കയിലെ കൊളംബിയൻ ഉദ്യോഗസ്ഥരുടെ വിസ റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങളുമൊക്കെ ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഇതൊക്കെ തന്നെ അവർക്ക് ഭീഷണി ഉയർത്തി തന്നെയാണ് നിലനിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.